മക്കളെ സ്നേഹാവസ് ആണ്. നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ മുന്നിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോളാം. കാരണം സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാമിന് ഹിന്ദിയിൽ നിങ്ങൾ പേടിക്കേണ്ട, അതൊക്കെ നമ്മൾ സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഹിന്ദിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആശയം കൊണ്ടിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഈ ആശയം എന്തായാലും നിങ്ങളുടെ ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഏത് പാഠത്തിലായിരിക്കും വരാൻ സാധ്യത ഉണ്ടാവുക? നമ്മുടെ ബോൺസായി എന്ന് പറയുന്ന കവിത അല്ലേ, നമ്മൾ ഫുള്ള് നന്നായിട്ട് ലൈവ് എടുത്ത് കഴിഞ്ഞതാണ്. കാണാത്തവർ നമ്മുടെ ലൈവ് പോയി കാണണം. ബോൺസായി എന്ന് പറയുന്ന കവിത അല്ലേ, ആ കവിത ആരായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആരെയാണ്? സുധാ ഉപാധ്യായ ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ സുധാ ഉപാധ്യായ എഴുതിയിട്ടുള്ള നമ്മുടെ ബോൺസായി എന്ന് പറയുന്ന കവിതയുടെ ആശയം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മക്കൾ നന്നായിട്ട് പഠിച്ചോളാം, പേടിക്കേണ്ട. എങ്ങനെ എഴുതും, എങ്ങനെയൊക്കെ എഴുതണം, എന്തൊക്കെ പോയിന്റ്സ് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സംഭവത്തിൽ പഠിക്കാൻ പോവാണ്. ആദ്യം ആശയം എഴുതാന്ന് വെച്ചാൽ വെറുതെ ആ കവിത എഴുതി വെക്കലാണോ? അല്ല, ആ ഒരു രീതി മക്കൾ നിർത്തിക്കോളാം. നമ്മൾ 3 പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം നമ്മുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, പിന്നെ നടുവിലൊരു കോണ്ടന്റ് എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടായിരിക്കണം. അതെന്താണ്? നമ്മുടെ തന്നിരിക്കുന്ന കവിതയിലെ ആ ലൈനുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. പിന്നെ എന്താണ്? ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ 3 പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം എന്ത് എഴുതാൻ വേണ്ടിയിട്ട്? ആശയം എഴുതാൻ വേണ്ടിയിട്ട്. അത് ഒരിക്കലും മറന്നു പോകരുത്. ഒരുമിച്ച് ഒരു ഒറ്റ സ്ട്രെച്ചിൽ എഴുതാൻ പാടില്ല നമ്മുടെ ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇൻട്രോ എന്തായിരിക്കും? ഇൻട്രൊഡക്ഷനിൽ ടീച്ചർമാർ എന്ത് ചെയ്യണം? നമ്മൾ വീഴ്ത്താൻ സാധിക്കണം. നമുക്ക് ആ ടീച്ചർക്ക് ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ ഓ കുട്ടി പൊളിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ് എന്ന് പറയാൻ തോന്നണം. അങ്ങനെ വേണം നമ്മൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്? നമ്മുടെ ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോൺസായി എന്ന് പറയുന്ന കവിതയുടെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ആദ്യം എഴുതിയിട്ടുണ്ടാവേണ്ടത് എന്താണ്? കവിതയുടെ പേര് എഴുതണം. പിന്നെന്താണ്? ആരാണ് കവിത എഴുതിയിട്ടുള്ളത്, കവിതയിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, വിഷയം എന്താണ്, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമല്ലോ, ആ വിഷയം എഴുതണം. ഈ 3 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് 1 മാർക്ക് വീണു. 1 മാർക്ക് 1.5 മാർക്ക് ഈ ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പിന്നെ കോണ്ടന്റിന് എത്ര മാർക്കാണ്? ആ ഒരു 1.5 മാർക്ക് കോണ്ടന്റിനും. ലാസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? ആ ഒരു 1 മാർക്കിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പം എന്താണ്? നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി. 4 മാർക്കിൽ 4 മാർക്ക് തന്നെ കിട്ടി. 4 മാർക്കിനാണ് സാധാരണ ആശയം ചോദിക്കാറ് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ശ്രദ്ധിക്കുക, ഒന്നുമില്ല നമ്മൾ പറയുകയാണ് ഇത് അങ്ങോട്ട് പഠിച്ച സൂപ്പറായിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് മേടിക്കാൻ പറ്റും. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ശ്രദ്ധിച്ചോളാം. ഹിന്ദി സാഹിത്യക്ക് ആധുനിക് കവയത്രി സുധാ ഉപാധ്യായ का एक प्रतीकात्मक कविता है ബോൺസായി. ശ്രദ്ധിച്ച് കേട്ടോളെ, മിസ് പറയാവേ. ഹിന്ദി സാഹിത്യത്തിലെ എല്ലാ കവിതയുടെ ആശയം നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഹിന്ദി ലിറ്ററേച്ചറിലെ, ഹിന്ദി സാഹിത്യത്തിലെ ആധുനിക കവയിത്രി. നമ്മൾ ഇത്രയും കാലം കവി എന്നാണ് പഠിച്ചത്. നമ്മുടെ സുധാ ഉപാധ്യായ കവയിത്രിയാണ്. ചില ആൾക്കാർക്ക് കവയിത്രി എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അല്ല, കവയിത്രിയാണ് കേട്ടോ. കവയിത്രി ആയിട്ടുള്ള സുധാ ഉപാധ്യായന്റെ ഏക് പ്രതീകാത്മക് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? സിംബോളിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ബോൺസായി എന്ന് പറയുന്ന വേറെ ഒരു ചെടീനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മുടെ എന്താണ് അടിച്ചമർത്തപ്പെട്ട വർഗങ്ങളെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അടിമകളായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു പ്രതീകമായിട്ടാണ് ആരെ കണ്ടിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ബോൺസായിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ലൈവിൽ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഒരു പ്രതീകാത്മകമായ രചനയാണ്. ഇതൊക്കെ എന്താണ്? A+ പോയിന്റ് ആണ്. ഇതൊക്കെ പഠിച്ചു വെച്ചോളാം. പ്രതീകാത്മക് കവിതയാണ് എന്ത്? ബോൺസായി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ആയി. ഇനി നോക്കുക, ഈ കവിതയിൽ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നത്? ഇസ് കവിത മേ ഗുലാമി രഹത്തെ ലോഗോ കി ജിന്ദഗി. ഗുലാമി എന്ന് വെച്ചാൽ എന്താണ്? അടിമയാണ് അല്ലേ. ഓക്കെ, എന്താണ്? അടിമയായി നിൽക്കുന്ന ആളുകളുടെ, ഗുലാമി എന്ന് വെച്ചാൽ അടിമത്തത്തിനാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം അടിമയായിട്ട് നിൽക്കുന്ന ജനങ്ങളുടെ, ലോകം എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങളുടെ എന്താണെന്നാണ് പറയുന്നത്? ജിന്ദഗി എന്ന് വെച്ചാൽ എന്താണ്? ലൈഫിനെ കുറിച്ചിട്ടും. പിന്നെ ആസാദ് ഹോനിക്ക് കോശിഷ്, സ്വതന്ത്രരാവാനുള്ള കോശിഷ് എന്ന് വെച്ചാൽ എന്താണ്? ശ്രമമാണ്. ആസാദ് എന്താണ്? സ്വതന്ത്രരാണ് അല്ലേ. സ്വതന്ത്രരാകാനുള്ള എന്താണ്? ശ്രമവും. ഇത് മിസ് ഇങ്ങനെ മലയാളത്തിൽ എഴുതി തരുന്ന ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ആകാനുള്ള എന്താണ്? ശ്രമവും. ഓക്കെ, നമ്മുടെ ബോൺസായി എന്ന് പറയുന്ന കവിത ഞാൻ കറക്റ്റ് ആക്കി തരാം. ബോൺസായി എന്ന് പറയുന്ന കവിതയിൽ നിങ്ങൾ എന്താ പറയുന്നത്? നമ്മുടെ ഇതിൽ ഈ ഒരു ബോൺസായി അടിമയായി നിൽക്കുമായിരുന്നു അല്ലേ. കുറേ കാലം അടിമയായിരുന്നു. പിന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്വതന്ത്രരാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ മേല് കായകളും പിന്നെന്താണ് ആ ഫ്ലവേഴ്സൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വതന്ത്രനാവാനുള്ള ശ്രമവുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്, നമ്മുടെ കവിതയിൽ കാണുന്നത്. ഓക്കെ, ഇത് തന്നെ എഴുതിയ സൂപ്പറായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഇനി വേറൊരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺക്ലൂഷനിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ എവിടെയെങ്കിലും ചേർക്കാം കേട്ടോ. നോക്കിക്കേ, യഹാ
ഇവിടെ ബോൺസായി എന്ന് പറയുന്നത് സ്ത്രീകൾ, ഗരീബ് ദരിദ്രരായിട്ടുള്ള ആളുകളുടെ, ഗുലാം അടിമകൾ, അന്യ ശോഷിത് വർഗവും കാ പ്രതീക് ഹേ, മറ്റുള്ള ശോഷിത് വെച്ചെന്താണ് അടിച്ചമർത്തപ്പെട്ടത്, എന്താണ് അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ എന്താണെന്നാ പറയുന്നത് പ്രതീകമാണ് ആര്, നമ്മുടെ ബോൺസായി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഹിന്ദി നന്നായിട്ട് അറിയുന്ന മക്കള് ഇത് തന്നെ പഠിച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ നല്ല വൃത്തിക്ക് എഴുതി വെച്ചാലും മതി, ഒരു കുഴപ്പമില്ല നമ്മുടെ കോണ്ടന്റിൽ. ഈ ഹിന്ദി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മുടെ ആ ലൈൻസ് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ കോണ്ടന്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ആ തന്നിരിക്കുന്ന ലൈൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ലോ, അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതെങ്ങനെ എഴുതണ്ടെന്ന് മിസ് പറഞ്ഞുതരാം. നോക്കിക്കേ, കവിതാമേ, കവിതയിൽ ബോൺസായി കൽത്താഹേക്ക്, നമ്മുടെ ബോൺസായി പറയുന്നത് എന്തെന്നാൽ, സാധാരണ നമ്മൾ കവി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങല്. പക്ഷെ ഇവിടെ നമ്മുടെ കവിത ആരാ പാടുന്നത്, ബോൺസായി ആണ് പാടുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് നോക്കിക്കേ, ബോൺസായി കൽത്താഹേക്ക്, ബോൺസായി പറയുന്നത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നോക്കിക്കേ, അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, ഹം മാനവ്, നമ്മൾ മനുഷ്യന്മാർ, ഇസ്കോ ആംഗൻ സേ ഗോദ് കർ ഗമലേ മേ സജാ ദിയാ. നമ്മുടെ കവിത ഇനി അങ്ങോട്ട് തുടങ്ങുകയാണേ. കവിത അതേപോലെ എഴുതി വെച്ചതാണ്, കുറച്ച് വൃത്തിക്ക് സെന്റൻസ് ആക്കി എഴുതിയിട്ടുണ്ടെന്ന് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. മക്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോക്ക്, എന്താണ് അവിടുന്ന് നമ്മുടെ മനുഷ്യന്മാർ എന്ത് ചെയ്തു, ഇസ്കോ നമ്മുടെ ബോൺസായിയെ ആംഗൻസെ മുറ്റത്ത് നിന്നും ഗോദുക്കർ കിളച്ചെടുത്ത്, നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ കവിതയാണ് കേട്ടോ. നോക്ക് ശ്രദ്ധിക്കാം, ഗോദുക്കർ ഗമലേമേ പൂച്ചട്ടികളിൽ എന്ത് ചെയ്തു വെച്ചു, സജാദിയ അലങ്കരിച്ചു വെച്ചു. പിന്നീട് ആനേ ജാനേ വാലേ, പോകുന്നവരും വരുന്നവരൊക്കെ നമ്മുടെ ഈ ബോൺസായിനെ നോക്കിയിട്ട് എന്ത് ചെയ്തു, ഇസ്കോ ഹസ്രത് സേ ദേഖ, വളരെ താല്പര്യത്തോടു കൂടി നോക്കി, വാവ് അടിപൊളിയായിട്ടുള്ള ബോൺസായി ചെടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ താല്പര്യത്തോടെ ഹസ്രത് സേ ദേഖ അല്ലെ. അത് കഴിഞ്ഞിട്ടോ, ധീരെ ധീരെ മെല്ലെ മെല്ലെ വഹ് പൗദ, ആ ഒരു പൗദ എന്ന് വെച്ചാൽ എന്താണ്, ചെടിയാണല്ലേ. ആ ഒരു ചെടി എന്തായിട്ട് മാറി, ബോൺസായി മേ തബ്ദീൽ ഹോ ഗയി, ബോൺസായി ആയിട്ട് മാറി. അതായത് നമ്മൾ മനുഷ്യന്മാർക്ക് അനുസരിച്ചിട്ടുള്ള നമുക്ക് അടിമയായി വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചെടിയായിട്ട്, ബോൺസായി ആയിട്ട് അത് മാറി. തബ്ദീൽ ഹോ ഗയാന്ന് വെച്ചാൽ എന്താണ്, മാറി എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഓക്കെ, മാറി, നമ്മൾ പഠിച്ച വാക്കുകളാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഫിർ മോസം ബദൽ ഗയ, പിന്നെ നമ്മുടെ എന്ത് മാറി, കാലാവസ്ഥ മാറിയപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ബോൺസായിലും വ്യത്യാസം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഉസ്മേ ഫൽ ഫൂൽ ആനേ ലഗി, നമ്മുടെ ബോൺസായിൽ എന്ത് തുടങ്ങി, ഫലവും ഫൂലും, ഫലം എന്ന് വെച്ചാൽ എന്താണ്, ഫ്രൂട്ടും, ഫൂൽ എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലവേഴ്സും ഒക്കെ ആനേ ലഗി വരാൻ തുടങ്ങി. ലഗി എന്ന് വെച്ചാൽ എന്താണ്, തുടങ്ങി, ആരംഭിച്ചു എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, നോക്കിക്കേ, ബാക്കി നോക്കിക്കേ, യെസ് അബ് ദേഖ് ഇസ്കാ മാലിക് ഡർ ഗയാ, ഇതൊക്കെ കണ്ടിട്ട് അതിന്റെ മാലിക് ആരായിരുന്നു, ഉടമസ്ഥനാണ് അല്ലെ. ഉടമസ്ഥൻ എന്തായി മാറി, ഡർ ഗയ, പേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, പേടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഓർ ബോൺസായിക്കോ ഗൂരേ പർ ഫേങ്ക് ദിയാ, നമ്മുടെ ഗൂര എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ, ആ ഒരു ബോൺസായിന് പിന്നെന്താണ്, ബോൺസായി ചെറുതായിട്ട് നല്ല ക്യൂട്ടായിട്ട് നിൽക്കാനായിരുന്നു നമ്മുടെ മാലിക്കിന്റെ ആഗ്രഹം അല്ലേ. പക്ഷെ എന്ത് സംഭവിച്ചു, ബോൺസായിൽ ഫ്ലവേഴ്സ് ഒക്കെ വന്ന് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങിയെന്ന് കണ്ടപ്പം നമ്മുടെ ഉടമസ്ഥൻ, നമ്മുടെ മാലിക്, നമ്മളെ പോലത്തെ വൃത്തികെട്ട മനുഷ്യന്മാർ എന്ത് ചെയ്തു, ഈ ബോൺസായിനെ എടുത്തിട്ട് ഒറ്റൊരു അങ്ങ് എറിയാണല്ലേ. ഗൂരെന്ന് വെച്ചാൽ എന്താണ്, ആ ചവറ്റ് കൊട്ടയിൽ അല്ലെങ്കിൽ ചവറിന്റെ കൂനയ്ക്കാണ് നമ്മൾ ഗൂരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൂരേ പർ ഫേങ്ക് ദിയ എന്ന് വെച്ചാൽ എന്താണ്, എറിഞ്ഞു എന്നുള്ള അർത്ഥമാണ് അല്ലെ, എറിഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. പിന്നെ എന്താ പറഞ്ഞത്, ലേക്കിൻ പക്ഷേ വഹാ സേ ഉസ് ബൗദ സ്വതന്ത്ര ഹോ ജാത്തെ ഹേ ഓർ ഉസ്കി ജഡേ ഫൈൽനാ ശുരു ഹോ ജാത്തെ ഹേ. പക്ഷേ അവിടെയാണ് നമുക്ക് ട്വിസ്റ്റ് ഉണ്ടായത്. എന്താണ്, നമ്മുടെ ബോൺസായി ചെടി ഇത്രയും കാലം ഒരു പൂച്ചട്ടിന്റെ ഉള്ളിൽ കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി ജീവിക്കുകയായിരുന്നു. പക്ഷെ ചവറ്റുകൂനയിലെത്തിയപ്പോൾ അവൻ എന്തായി, സ്വതന്ത്രനായിട്ട് മാറി. ആ ചെടി എന്തായിട്ട് മാറി, സ്വതന്ത്രനായിട്ട് മാറി. ലേക്കിൻ വഹാസെ, അവിടെ നിന്ന് ഉസ് പൗദ, ആ ഒരു ചെടി എന്തായിട്ട് മാറി, സ്വതന്ത്ര ഹോ ജാത്തെ ഹേ, സ്വതന്ത്രനാവുന്നു, ഫ്രീഡം കിട്ടുന്നില്ല അവന്. ഓർ ഉസ്കി ജഡേ, അവന്റെ ജഡേ എന്ന് വെച്ചാൽ റൂട്ട്സ് ആണ്, വേരുകൾക്കാണ് നമ്മൾ ജഡേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കവിതയിൽ പഠിക്കാനുള്ള വേർഡാണ് ജഡേ അല്ലേ. അതിന്റെ വേരുകൾ എന്തായി, ഫൈൽനാ ശുരു കിയ, വ്യാപിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ഇത്രയായിരുന്നു നമ്മുടെ കവിത എന്ന് പറയുന്നത്. അപ്പൊ കോണ്ടന്റ് എന്ന് പറയുന്ന ഭാഗത്ത് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്താ എഴുതേണ്ടത്, ഈ കവിതയുടെ ഭാഗമാണ് എഴുതേണ്ടത്.
അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലെ പഠിക്കണം എന്നൊന്നുമില്ല, മക്കൾക്ക് അറിയുന്ന ഭാഷയിൽ എഴുതി വെച്ചാൽ മതി. ഫുള്ള് മന്തി ആയി പോകരുത്, ഫുള്ള് മലയാളത്തിൽ എഴുതി വെക്കരുത് കേട്ടോ. മന്തി മലയാളത്തിലും ഹിന്ദിയിലും ആക്കി എഴുതരുത്. കുറച്ചൊക്കെ ഹിന്ദി അതിൻ്റെ ഉള്ളിൽ വേണം കേട്ടോ. കുറച്ച് നന്നായിട്ട് പഠിച്ചാൽ മതി. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പഠിക്കണേ, അത് മസ്റ്റാണ് കേട്ടോ. ഇനി കൺക്ലൂഷൻ ഈസിയാണേ. കൺക്ലൂഷനിൽ നമ്മൾ ലാസ്റ്റ് ഒരു ഉഡായിപ്പ് പരിപാടി ഉണ്ട്, പറഞ്ഞുതരാം, നോക്കിക്കേ. ये कविता दूसरों को आजादी नहीं देने वाले लोगों के विरुद्ध आवाज उठाते हैं. ഈ കവിതയിൽ എന്താ ചെയ്യുന്നത്? ഈ കവിത ദൂസരോക്കോ എന്നാണ് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാത്ത, ആസാദി ഫ്രീഡം നഹി ദേനെ വാലെ കൊടുക്കാത്ത അല്ലെങ്കിൽ നൽകാത്ത, ലോകോക്കെ ജനങ്ങൾക്ക്, വിരുദ്ധ എന്ന് വെച്ചെന്നാണ് എതിരെ എന്നുള്ള അർത്ഥം കേട്ടോ. എന്താണ് എതിരെ? ആവാസ് എന്ന് വെച്ചെന്നാണ് ശബ്ദം. ഉഡാത്തേഹേ ഉയർത്തുന്നു. നല്ല വാക്കാണ് കേട്ടോ. ഇത് മക്കൾ അങ്ങനെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അത് എന്താണ് ചെയ്യുന്നത്? നമുക്ക് സ്വാതന്ത്ര്യം തരാതെ നമ്മളിങ്ങനെ അടിമകളാക്കി വെക്കുന്ന മനുഷ്യന്മാർക്കെതിരെയുള്ള എന്താണ് ഒരു ആവാസ്, ഒരു ശബ്ദമാണ് നമ്മുടെ ഈ ഒരു ബോൺസായി എന്ന് പറയുന്ന കവിത എന്ന് നമ്മൾ പറയാണ്. ഇനി എല്ലാ ആശയം, ഇനി 10ാം ക്ലാസ്സിലും ആശയം വന്നാൽ എല്ലാ കവിതയ്ക്കും എഴുതി വെക്കാൻ പറ്റിയ ഒരു സാധനം പറഞ്ഞു തരട്ടെ. അതാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കേ. യഹ് സുന്ദർ ഒരു സരൾ കവിത ഹേ. ഇത് വളരെ സുന്ദരവും, സരൾ എന്ന് വെച്ചാൽ എന്താണ്? എളുപ്പം. എല്ലാ കവിതയും നമുക്ക് എളുപ്പവും സുന്ദരവുമായിട്ടുള്ള കവിതയാണ് കേട്ടോ തരിക ഹിന്ദിയിൽ. അതുകൊണ്ട് നമ്മൾ എല്ലാ കവിതയുടെ അവസാനം ഇത് എഴുതി വെച്ചാൽ മതി. വളരെ സുന്ദരവും സരളും വളരെ എളുപ്പവുമായിട്ടുള്ള കവിതയാണ്. മാത്രമല്ല സാമാജിക് രൂപമേ, സാമൂഹികത അങ്ങനെ പഠിച്ചു വെച്ചോളാം. ഏതാശയം വരട്ടെ, നിങ്ങൾ പെട്ടുപോകരുത്. അവസാനം കൺക്ലൂഷനിൽ ഇത് ഇങ്ങനെ ഒരു സാധനം എഴുതി വെച്ചാൽ മതി. സാമാജിക് രൂപമേ, സാമൂഹിക തലത്തിൽ എന്താണ്? ബിൽക്കുൽ പ്രാസംഗിക് ഹേ, തീർച്ചയായും എന്താണ്? തീർച്ചയായും പ്രാസംഗിക് ഹേ. പ്രാസംഗിക് എന്ന് വെച്ചെന്താണ്? പ്രസക്തമാണ്, റെലവൻ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ്, പ്രാസംഗികമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതങ്ങനെ പഠിച്ചു വെച്ചാൽ നമ്മുടെ കൺക്ലൂഷനുമായി ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, പിന്നെന്താണ് ലാസ്റ്റ് കൺക്ലൂഷൻ. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ 4 മാർക്ക് സെറ്റാണ്. ബോൺസായിൽ നിന്നും വളരെ അടിപൊളിയായിട്ട് ഒരാശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എഴുതുമെന്ന് എനിക്കറിയാം. ഇത് പഠിച്ചു വെച്ച് നന്നായിട്ട് എഴുതിയാൽ മതി. ഇതേപോലത്തെ കുഞ്ഞു കോണ്ടന്റ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.